ഉപ്പുതറ ആനപ്പള്ളത്ത് തടിലോട് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം പതിവാകുന്നു. INTUC, CITU പ്രവർത്തകർ തമ്മിൽ നിരന്തരം സംഘർഷമുണ്ടാകുന്നതിനാൽ പ്രദേശത്ത് അശാന്തി നിലനിൽക്കുകയാണ്. പോലീസ് നിഷ്ക്രിയ മനോഭാവമാണ് സ്വീകരിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നു. കഴിഞ്ഞ ദിവസം INTUC പ്രവർത്തകനായ ആനപ്പള്ളം പേരെപ്പറമ്പിൽ മാത്യു PJക്ക് മർദ്ദനമേറ്റിരുന്നു. ഉപ്പുതറ ആനപ്പള്ളത്ത് തടിലോട് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസമായി സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ലേബർ കാർഡില്ലാത്ത CITU പ്രവർത്തകർക്ക് തടി കയറ്റാം, എന്നാൽ INTUC പ്രവർത്തകർക്ക് ഇതിന് അനുമതിയില്ല. ഇത് ചോദ്യം ചെയ്തവരെ കായികപരമായി കൈകാര്യം ചെയ്യുന്നത് പ്രദേശത്ത് ശാന്തി തകർക്കുകയാണ്. കാർഡിന് ലേബർ ഓഫീസിൽ അപേക്ഷ നൽകിയാലും ഇതിനും CITU പ്രവർത്തകർ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് ആരോപണം. ആൾക്കാർ നാമദേവൻ, യേശുദാസ്, ഷാജി, അങ്ങനെ അവരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ ലോഡ് കയറ്റുകയുണ്ടായി. ആ ലോഡ് കയറ്റിയതിൽ 2 പേർക്ക് മാത്രമേ കാർഡുള്ളൂ. 7ഓളം പേര് വന്നതിൽ 2 പേർക്ക് മാത്രമേ കാർഡുള്ളൂ. ബാക്കി ആർക്കും കാർഡില്ല, ലോഡ് കയറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ലോഡ് കയറ്റും എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുമ്പോൾ എന്നെ അവിടെ കാപ്പി പൊടിക്ക് അടിക്കുകയും അങ്ങനെയുള്ള എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞതനുസരിച്ച് ലേബർ ഓഫീസിൽ നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഇതുവരെ അവരാരും പ്രവർത്തിക്കുന്നില്ല. കാർഡില്ലാത്തവർ മാത്രമാണ്. 17ഓളം പേര് ഇവിടെ ലോഡ് കയറ്റുന്നുണ്ട്. അതിൽ ഇവർ 12 പേരുടെ കാർഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് പേര് പണിയുന്നില്ല. നിലവിൽ 6 പേർക്കെങ്ങാണ്ട് കാർഡ് കറക്റ്റായിട്ട് കയറ്റാനുള്ള കാർഡുള്ളൂ. പക്ഷേ അത് വിക്കരിച്ചുകൊണ്ട് അവർ 17 പേരുടെ ലോഡ് കയറ്റുന്നുണ്ട്. അതിന് തടയണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ പോലും ഇവർ മാനിക്കാതെ സംഘർഷപരമായ സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അവർ തന്നെ ലോഡ് കയറ്റി ബാക്കിയുള്ളവരെ അടിച്ചമർത്താനാണ്. തൊഴിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇപ്പോഴുള്ള നിയമപരമായ രീതിയിൽ ഞങ്ങൾ നേരിടാൻ പോകുമ്പോൾ ഞങ്ങളെ കായികപരമായാണ് ഇവിടെയുള്ള CITUവിൻ്റെ ആൾക്കാർ ഞങ്ങളെ നേരിടുന്നത്. പോലീസിൽ പരാതിപ്പെട്ടാലും നീതി ലഭിക്കുന്നില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ ചേർന്നാണ് കേസ് അട്ടിമറിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു കട തല്ലിപ്പൊളിച്ച കേസുണ്ടായി. പരാതി നൽകിയപ്പോൾ പരാതിക്കാരായവരെ പ്രതിയാക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. മാത്യുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി നൽകി ദിവസം 4 കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല. പ്രശ്നം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.